മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ക്യാബിനറ്റ് റാങ്കുള്ള കെ.എം. എബ്രഹാം അദ്ദേഹത്തിനെതിരെ CBI കേസെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഹൈക്കോടതി ജസ്റ്റിസ് കെ. ബാബുവിൻ്റെ ഉത്തരവ്. ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ കുറ്റകൃത്യം പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയ്തെങ്കിൽ കുറേ കൊല്ലങ്ങൾ കൊണ്ട് ചെയ്തതാണ്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചെയ്തിട്ടുള്ളതാണ്. ഒരു പെട്ടെന്നുണ്ടായ ഒരു കുറ്റകൃത്യം, ഒരാൾ കത്തിയെടുത്ത് ഒരാളെ കുത്തി ഒരാൾ ചത്തുപോയി, അമാതിരി അല്ലല്ലോ ഇത്. എത്രയോ കൊല്ലങ്ങളിൽ അദ്ദേഹം പ്ലാൻ ചെയ്ത് മുതലുണ്ടാക്കി, ആ മുതൽ എങ്ങനെയൊക്കെ ഒളിപ്പിക്കണമെന്ന് തീരുമാനിച്ച് പല രീതിയിൽ ചെയ്തപ്പോൾ ഇത്രയും കൊല്ലങ്ങൾ കൊണ്ട് ചെയ്ത ഒരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം മറ്റു കുറ്റകൃത്യങ്ങളെ പോലെയല്ല. മുകൾത്തട്ടിലിരിക്കുന്നവൻ അധികാരിക്ക്, എംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ബാധ്യതയും ചുമതലയുമുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെതായ വേറെ സംവിധാനങ്ങൾ പലതുമുണ്ട്. ഇൻ്റലിജൻസ് ബ്യൂറോ അടക്കമുള്ള കുറേ സംവിധാനങ്ങളുണ്ട്. അവിടുന്ന് റിപ്പോർട്ടുകൾ കിട്ടാതിരിക്കില്ല, ഉറപ്പായിട്ടും കിട്ടും. അതൊക്കെ പരിശോധിക്കേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട്. അതൊന്നും ചെയ്യാതെ ഇത്രയും കൊല്ലങ്ങൾ സ്വത്ത് സമ്പാദിപ്പിക്കാനും അത് ഒളിപ്പിക്കാനുമുള്ള അവസരം മുഖ്യമന്ത്രി ഉണ്ടാക്കി കൊടുത്തെങ്കിൽ പൂർണ്ണമായും ഉള്ള ധാർമ്മിക ഉത്തരവാദിത്വം മാത്രമല്ല നിയമപരമായ ഉത്തരവാദിത്വം കൂടി മുഖ്യമന്ത്രിക്ക് വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ശിവശങ്കർ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി IAS-കാരൻ. അദ്ദേഹം കൺഫേർഡ് IAS-കാരനായിരുന്നു, പക്ഷെ മിടുക്കനായിരുന്നു. പുള്ളിക്കെതിരെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും അതുപോലെ ലൈഫ് മിഷനിലും എല്ലാം ആരോപണം ഉയരുകയും കസ്റ്റംസും EDയും അദ്ദേഹത്തെ പ്രതിയാക്കുകയും ജയിലിൽ പോവുകയും ചെയ്തു. അപ്പോൾ ആ സംഭവത്തിൻ്റെയും ധാർമ്മിക ഉത്തരവാദിത്വം പിണറായി ഏറ്റെടുത്തില്ല. ഇപ്പോൾ അതിനേക്കാൾ അധികാരത്തോടുകൂടി കിഫ്ബിയിലെ CEO-യാണ് കെ.എം. എബ്രഹാം. മോർ ദാൻ ദാറ്റ് അടുത്ത കാലത്ത് ക്യാബിനറ്റ് റാങ്കും കൊടുത്തു. അപ്പോൾ ക്യാബിനറ്റ് റാങ്കുള്ള ഏക ഉദ്യോഗസ്ഥനാണ് കേരളത്തിലെ ഇദ്ദേഹം. അതും ചീഫ് സെക്രട്ടറി റാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത് 8 കൊല്ലത്തിന് ശേഷം 6 ലക്ഷത്തോളം രൂപ പ്രതിമാസം ഇദ്ദേഹം ശമ്പളം വാങ്ങുന്നു. ഇതിന് പുറമേ പെൻഷനും. ഇത് ന്യായീകരിക്കാവുന്നതാണോ? ഇതിന് ഒരു താരതമ്യം ഈ ശിവശങ്കറിൻ്റെ കേസിനകത്തും ദീർഘകാലം നീണ്ടു നിൽക്കുന്നതും വളരെയധികം പ്ലാനിങ് ഉണ്ടായതും വലിയ സംഖ്യ ഇൻവോൾവ് ചെയ്യുന്ന കൃത്യമായൊരു ക്രിമിനൽ ആക്റ്റാണ് അവിടെയും ഉണ്ടായത്. ഇതും സമാനമാണ്. വലിയ 2 ഉദ്യോഗസ്ഥന്മാർ കുറേയധികം സമയമെടുത്ത് കൃത്യമായ രീതിയിലെല്ലാം പ്ലാൻ ചെയ്ത് കൊണ്ട് നടത്തിയ കുറ്റകൃത്യം എന്നുള്ള സമാനത ഇത് രണ്ടിനുമുണ്ട്. ഇത് രണ്ടും നേരിട്ടുള്ള ബന്ധം വരുന്ന മുഖ്യമന്ത്രിയുടെ അടുത്താണ്. ശിവശങ്കറിൻ്റെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അന്ന് ഈ ആരോപണം വന്നപ്പോൾ ശിവശങ്കർ CPI ഓഫീസിൽ പോയിരുന്ന്, നാട്ടിലുള്ള ഓഫീസുകളിലൊക്കെ പോയിരുന്ന് അവരെ വിശദീകരിക്കാൻ കൊടുക്കുന്ന നാണം കെട്ട സ്ഥിതി നമ്മൾ കണ്ടു. ആ ശിവശങ്കറിനെ ഒന്നിനും കൊള്ളരുതാത്തവനായതുകൊണ്ടാണല്ലോ പോയത്. അല്ലെ അവിടെ പറയണ്ട, എന്നെക്കൊണ്ട് ഈ പണിക്ക് പറ്റില്ല, ഞാൻ രാജിവെക്കാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടമില്ലാത്തവനാണ് അവൻ. എന്താ, അവൻ കള്ളനാണ്. ആ കൂട്ടുത്തരവാദിത്തം ഉള്ളവനായതുകൊണ്ട് അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് CPI ഓഫീസിൽ പോയി, പത്രാഫീസുകളിൽ പോയി. അവിടെ ഇരുന്ന് വെള്ളം കുടിച്ച് 5 ഗ്ലാസും 6 ഗ്ലാസും വെള്ളമാണ് ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് കുടിച്ചിട്ടുള്ളത്. ആ ശിവശങ്കറിൻ്റെയും എബ്രഹാമിൻ്റെയും സ്ഥിതി ഏതൊരു സമാനമാണ്. രണ്ടിലും മുഖ്യമന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയവും. ധാർമ്മികപരമായ ഉത്തരവാദിത്തത്തിന് പുറത്ത് നിയമപരമായ ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്നാണ് സ്ഥിതി. അത്തരം വരുമ്പോഴാണ് സാധാരണ അക്യൂസ്ഡ് ആവുക എന്ന് ഓർക്കണം. ഈ നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്നത്തെ ആ വിവാദ കഥാപാത്രം ഉണ്ടല്ലോ, നായിക, അവരുമായി ചുറ്റിപ്പറ്റി ജോപ്പൻ അവരെ ടെലിഫോൺ ചെയ്തു, ജോപ്പന് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജോപ്പൻ്റെ പണി പോയതും ജോപ്പൻ ജയിലിൽ പോയതും. ജോപ്പൻ ചെറിയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, അല്ലേ? പ്രൈവറ്റ് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് കൊടുത്തു, അത്രേ ഉണ്ടായുള്ളൂ. അപ്പൊ അതിനേക്കാളൊക്കെ എത്രയോ വലിയ ഗ്രാവിറ്റിയുള്ള കുറ്റങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊന്ന് ചോദിക്കട്ടെ സാർ, 10 കൊല്ലമായിട്ട് ഈ ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ വിജിലൻസ് കോടതികളിൽ കേസ് കൊടുക്കുകയും വിജിലൻസ് ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബ് അടക്കം ഇത് തള്ളിക്കളയുകയും തോമസ് ജേക്കബിന് പ്രത്യുപകാരമായി എന്തോ ഇദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ കെ.എം. എബ്രഹാം ചെയ്തു കൊടുക്കാം എന്നുള്ള വ്യാജേന ഈ കേസ് ഒതുക്കി തീർക്കുകയും അങ്ങനെ ഇയാൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് വന്നു. അപ്പോൾ ജോമോൻ പുത്തൻപുരയ്ക്കൽ ഒരു ശല്യക്കാരനായ വ്യവഹാരിയാണ് എന്നൊക്കെയാണ് പലരും ആരോപിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ ഈ നിയമത്തിൻ്റെ ഒരു നടത്തിപ്പിന് വേണ്ടി, സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി 10 കൊല്ലം നടത്തിയ ഒരു പോരാട്ടം, അതിനെ എങ്ങനെ കാണുന്നു ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ? ഇത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കേസുകൾക്കകത്ത് കോടതിയിൽ കേസ് തെളിയിക്കാൻ താരതമ്യേന എളുപ്പമാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ നിയമപരമായ വരുമാനം എത്ര എന്നുള്ളതിന് കണക്കുണ്ടായിരിക്കും.
വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെങ്കിൽ ആ സമ്പാദിച്ച സ്വത്തിനും കണക്കുണ്ടാകും കൃത്യമായിട്ട്. ഇത് രണ്ടും കൂടി വെച്ച് പരിശോധിച്ച് വരവിൽ കവിഞ്ഞ സ്വത്ത്, ഡിസ്പ്രൊപ്പോർഷനേറ്റ് അസറ്റ് എന്ന് പറയും വിജിലൻസിനകത്ത്, അതുണ്ടോ എന്ന് പരിശോധിച്ച് വളരെ എളുപ്പമാണ്. അങ്ങനെ കണ്ടുപിടിക്കാവുന്നൊരു സംഗതിയാണ് ഇവിടെ ഒളിപ്പിച്ച് വയ്ക്കാൻ സാധിച്ചത്.